ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകത ഉണ്ട്. സാധാരണ നമ്മളൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് ടൈം ആയിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ് ആണ്. കാര്യം, ഞാൻ ഇന്ന് രാവിലെ ഈ ഫ്ലാറ്റിൽ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നന്മാവൺ കൊച്ചിൻ ആണ്, തൈക്കുടത്ത്. അപ്പോൾ ഇവിടെ രാവിലെ ഞാൻ 9:30-10 മണിക്കെന്തോ വന്നതാണ്. നമ്മളിപ്പം ഇവിടെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഫ്ലാറ്റ് കാണിച്ചു തരാം. നമ്മളിവിടെ ഓൾമോസ്റ്റ് ഇതിപ്പോൾ ബെഡ്റൂമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ വർക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. പക്ഷെ 1-2 ഫിനിഷിങ് വർക്കുകളൂടെ ഉണ്ട്. ഇപ്പം ഇത് കിച്ചൺ, ഇവിടെ ലിവിങ് ഏരിയ, ഒരു 1 BHK ഫ്ലാറ്റാണ് ഇവിടെ. അപ്പം ഇവിടെ അത്യാവശ്യം പെയിൻറ്റിങ്ങിൻ്റേതായിട്ടുള്ള ചെറിയ ഇപ്പോൾ ഇവിടെ കണ്ടാൽ അറിയാം, നമ്മുടെ IS വെച്ചേക്കുന്നതിൻ്റെ ചിപ്പിങ് കണ്ടില്ലേ, ചിപ്പിങ്. പിന്നെ ഇപ്പം കുറച്ചുകൂടെ നൈറ്റൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, പെയിൻറ്റിങ്ങിൻ്റേതായ കുറച്ച് അധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാനൊരു വർക്കറിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളി എന്തൊക്കെയോ അസൗകര്യങ്ങൾ കൊണ്ട് വന്നില്ല. രാവിലെ 10 മണി തൊട്ട് ഈ ഫ്ലാറ്റിൽ ഏതാണ്ടൊരു ക്വാറന്റൈൻ സെറ്റപ്പൊക്കെ തന്നെ അങ്ങനെ ഞാൻ ഇരിക്കുകയാണ്. ഇപ്പം 6 മണിയായി. 6 മണി വരെയാണ് ഈ ഫ്ലാറ്റിൽ നമുക്ക് ഇരിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങണം. അപ്പോൾ ഇനി നമ്മൾ ലുലു മാളിലേക്ക് പോവാം. 6 മണി കഴിഞ്ഞിട്ട് ഞാൻ ലുലു മാളിൽ ചെന്നിട്ട് ഒരു 9:30-10 മണി വരെ എങ്ങനെയെങ്കിലും ലുലു മാളിൽ സമയം കളയണം. അതിനുശേഷം അനന്തോണ്ണം വരും. അനന്തോണ്ടെ കൂടെ ആലുവയിലേക്ക് പോയി അവിടെയാണ് ഇന്ന് സ്റ്റേ. പിന്നെ പുള്ളിയെ വിളിച്ചപ്പം പുള്ളി നാളെ വരാം എന്നാണ് പറഞ്ഞേക്കുന്നത് വർക്കർ. നാളെ വന്നാൽ നാളെ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. നാളെ എന്തായാലും ഇത് തീർത്തിട്ട് കൊല്ലത്തിന് പോകണം എന്നാണ് എൻ്റെ പ്ലാൻ. നോക്കാം. ഇവിടെ ഇതൊരു റൂമിൻ്റെ തന്നെ ഒരു വിൻഡോ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് ഒരു മെട്രോ സ്റ്റേഷനാണ്. നമ്മുടെ ആലുവയിൽ നിന്ന് തൈക്കുടത്തിന് പോകുമ്പം തൈക്കുടം കഴിഞ്ഞുള്ള മെട്രോ സ്റ്റേഷനാണ്. കറക്റ്റായിട്ട് ഏതാണെന്ന് എനിക്കറിയത്തില്ല. നമ്മളെന്തായാലും അവിടേക്കല്ല പോകുന്നത്, നമ്മൾ തൈക്കുടത്തിൻ്റെ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇതുവഴി ഇപ്പോൾ ഒരു ബോട്ട് പോകുന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ലുലു മാളിലേക്ക് പോകാം. അപ്പോൾ ഫ്ലാറ്റ് കൂട്ടി ഇറങ്ങി നമുക്കിനി കീ കെയർടേക്കറിനെ ഏൽപ്പിക്കണം. അപ്പോൾ നമുക്ക് കെയർടേക്കറിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കെയർടേക്കർ ഇരിക്കുന്നത് ആ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് കെയർടേക്കറിന് കീ ഏൽപ്പിക്കാം. അങ്ങനെ നമ്മൾ കെയർടേക്കറിൻ്റെ കയ്യിൽ നിന്ന് കീ ഒക്കെ കൊടുത്തിട്ട് നമ്മളിനി തൈക്കുടം മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. ഇതാണോ ഈ തൈക്കുടം ബ്രിഡ്ജ് എന്നറിയത്തില്ല. ഇതിപ്പോൾ ചോദിക്കാനാരുമില്ല. ഒരു മെട്രോ വരുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ മെട്രോയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്ത് മെട്രോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകേണ്ട മെട്രോ അവിടെ നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇനി മെട്രോ വന്നിട്ട് കാണാം. Ernakulam South. Passengers for Ernakulam Junction Railway Station can deboard at Ernakulam South Station. Ernakulam Junction Railway Station ലേക്കുള്ള യാത്രക്കാർക്ക് എറണാകുളം സൗത്ത് സ്റ്റേഷൻ എറണാകുളത്താണ്.
എടപ്പള്ളി എത്തി. നമ്മൾ വന്ന മെട്രോ ആണ് പോകുന്നത്. നമുക്കിനി ലുലുവിനകത്തേക്ക് കയറാം. ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിലൊരു വ്ളോഗ് ഒറ്റയ്ക്ക് എടുക്കുന്നത്. സാധാരണ എല്ലാവരും 3-4 ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് എടുക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ക്യാമറയും പൊക്കി പിടിച്ച് പോകുമ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് ഒരു വല്ലാത്ത ഓക്വേർഡായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ലുലുവിലേക്ക് ഇറങ്ങി. ഞാൻ അതുകൊണ്ട് അഭിഷേകിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അഭിഷേക് വരാമെന്നൊക്കെ പറഞ്ഞു. അറിയത്തില്ല, 7 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്പം നോക്കട്ടെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാം. അപ്പോൾ അഭിഷേക് വരുന്നെങ്കിൽ അഭിഷേകിനെ മീറ്റ് ചെയ്യാം. ലുലുവിനകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ലുലുവിൻ്റെ ഷോപ്പിംഗ് മോളിനകത്തേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ലുലു മോളിനകത്ത് കയറി ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുക. അഭിഷേകിനെ വെയിറ്റ് ചെയ്തു. അഭിഷേകിനെ പിന്നെയും വിളിച്ചില്ല. അപ്പം നാളത്തെ മറ്റേ വർക്കറിനെയും ഒക്കെ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 2-2.5 മണിക്കൂർ ഇരുന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ അഭിഷേക് എത്തിയിരിക്കുകയാണ്. രണ്ടര മണിക്കൂറായി വെയിറ്റ് ചെയ്യും. അല്ല നിന്നെ ഞാൻ 2-2.5 മണിക്കൂറായി. നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല. കാര്യം അല്ല, അതുകൊണ്ടല്ല. കാര്യം കഴിഞ്ഞൊരു കുറച്ച് നാളുകൾക്കിടയിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും മോശം ഒരു ദിവസത്തിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടില്ല. രാവിലെ 9-9:30-10 മണിക്ക് ആ ഫ്ലാറ്റിൽ കയറിയതാണ്. വരാന്ന് പറഞ്ഞ വർക്കർ വന്നില്ല. വർക്കറിനെ കാത്തിരുന്ന് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാം. ഞാൻ പിന്നെ ചെറിയ എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നോട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തൊക്കെ വെച്ച്. അയ്യോ, അങ്ങനെ അവിടെ കയറി ഇരുന്ന് ഒരാളോട് ഇടയ്ക്ക് എനിക്ക് ഉച്ചയ്ക്ക് ലഞ്ചും കൊണ്ട് വന്ന പുള്ളിയോട് ശരി താങ്ക്സ് എന്ന് മാത്രമേ ഞാൻ സംസാരിച്ചത്. അതെന്ത് പറ്റി? ഞാൻ എന്നിട്ട് 6:30 വരെ ഒരാളോട് സംസാരിക്കുവോ എന്ന് പറഞ്ഞാൽ ഫോണിൽ വിളിച്ച് സംസാരിച്ച് ഒറ്റ ഈ ക്വാറന്റൈൻ ഒക്കെ ഇരിക്കത്തില്ലേ, ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. ഇന്നലെ 1 മണിക്കല്ലേ നീ കിടന്നത്? അതുണ്ട്. അത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് മറ്റേ ലോഗിൻ സിസ്റ്റം ഉണ്ട് വർക്ക് ചെയ്തിട്ട്. എനിക്കറിയാം. ഞാനത് ലോഗ് ചെയ്തെന്നാ ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ മറന്നുപോയതല്ല, എന്റെ മനസ്സിൽ ഞാൻ ലോഗ് ചെയ്യുന്ന വിചാരിച്ചിരുന്നു. വെള്ളിയാഴ്ചത്തെ ലോഗ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മന്തിന്റെ പകുതി വെച്ചിട്ട് ഒരു അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. ആ അറ്റൻഡൻസിനകത്ത് എനിക്ക് ഒരു ദിവസത്തെ അറ്റൻഡൻസ് പോയി. ഈ ലോഗ് ചെയ്യാത്തോണ്ടോ? അപ്പൊ അതായത് ഒരു ലീവായി. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ? ഒന്നും ചെയ്യാൻ പറ്റുന്ന എക്സാമിനോട് സംസാരിച്ചു, പക്ഷെ കിട്ടാൻ ചാൻസ് ഇല്ലെന്നാ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഇതൊന്നും ആദ്യമായിട്ടൊന്നല്ല. നമ്മളിത് വലിയ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ഇതിനപ്പുറം സംഭവിക്കും. അപ്പൊ ഇങ്ങനെ ഇരിക്കണോ? ഞാൻ വിചാരിച്ചു നീ വന്നിട്ട് അങ്ങോട്ടും പോവാന്ന്. ശരി, നീ എന്നാ ചെയ്യ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്തെങ്കിലുമൊക്കെ പരിപാടി പിടിക്കാം. ഞാനിത് മടുത്തടാ. എനിക്ക് ഇനിയുള്ള ഞാൻ ഈവനിങ് ആണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ ദിവസം അതിനകത്ത് എന്ത് പറയാനാ വ്ളോഗിനകത്ത്? ഇനിയാണ് എന്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ. എടാ, നാളെയും പുള്ളി വരുമോന്നുള്ള കാര്യത്തിൽ കൺഫേം മിക്കവാറും അതേ നടക്കുന്നുള്ളൂ. ഈ ആഴ്ച അടുത്ത ആഴ്ച കൊണ്ട് നിന്നാലേ തീർക്കാൻ പറ്റുന്നു. ആ അപ്പുറത്ത് കിടക്കുന്ന ബെഡില്ലേ, അതിങ്ങ് എടുക്കും. ബെഡ് സ്പേസ് മാത്രമായിട്ട് മതി. അതിനെന്തായാലും എമൗണ്ട് തരാം. കട്ടില് മാത്രം മതി. മന്തിയുണ്ട്. ഓണസ്റ്റ് റിവ്യൂ ആണോ ഫേക്കാണോ? പക്ഷേ ഇത് കയറിപ്പോ. അങ്ങനെ ഞങ്ങള് വിഷമങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി മന്തി കഴിച്ച് ചെറുക്ക ഹാപ്പിയായി. പിന്നെ അവൻ പോട്ടെ, നമുക്ക് അനന്തോന്റെ അവിടെ പോയി
ഇന്നത്തെ രാത്രി അവിടെ ചിലവഴിക്കാം. നാളെ രാവിലെ ഇനി എന്താകുമോ അറിയത്തില്ല, നോക്കാം. അങ്ങനെ അഭിഷേക് യാത്രയാവുകയാണ്. കാണാം. ഓക്കെ, ബൈ ബൈ. നമ്മൾ ഈ വാഗണറിൽ CNG ഫില്ല് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. കാരണം CNG പമ്പ് CNG ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ CNG കാറുകളിൽ CNG ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇറങ്ങി നിൽക്കണം. ആരും അതിനകത്തിരിക്കരുതെന്ന് പറയുന്നത്. അതോടെ എന്തോ സേഫ്റ്റി കൺസേൺ. അപ്പോൾ നമ്മൾ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും ഇറങ്ങി നിന്ന് വണ്ടി ഫ്രീ ആയാൽ മാത്രമേ അടിച്ചു തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളിനി പോയി കിടന്നുറങ്ങിയിട്ട് നാളെ ഇനി രാവിലെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വ്ളോഗായിട്ട് വരുന്നവരെ ബായ്.